ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് പോവാണ് ഗൈസ്. വേറെ എങ്ങോട്ടുമില്ല, അനിയത്തിനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. അപ്പോൾ പെട്ടി പ്രമാണമൊക്കെ സെറ്റ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ചെറിയൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോർമൽ ഡെലിവറിക്ക് സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കുട്ടി താഴെല്ലാം കുറച്ച് മേലെയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ടെൻഷനിലാട്ടോ ഗൈസ്. എന്താ ചെയ്യുക. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നടക്കണം, ഇവിടെ നിന്ന് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇനി 2 ദിവസം മുന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ എന്താ പറയുകയെന്ന് അറിയില്ല. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിൽ കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ ഒക്കത്ത് കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഉമ്മയാണ് ഒക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഇപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ പുറത്ത് പോയിക്കായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു. എനിക്കും കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ലഗേജ് കൂടുതലായിരുന്നു കേട്ടോ ഗൈസ്. ഉള്ള പറയാമല്ലോ, അത്യാവശ്യം നല്ല കുറച്ചൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ലഗേജ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ വീട്ടിൽ പോയിട്ടോ ഗൈസ്. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറെ കാണിച്ചു, കുഴപ്പം. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് കുട്ടി ഇറങ്ങി വരുന്നുണ്ട്, അപ്പോൾ 2 ദിവസം കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഡെലിവറിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ അഡ്മിറ്റാക്കി. പിന്നെ അവളെ ഹസ്ബൻഡും ഞങ്ങൾ മാത്രമാണ്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടോ ഗൈസ്. നല്ല ഞാനും എൻ്റെ കുട്ടികളും ബെഡൊക്കെ എടുത്തിട്ടോ പോന്നിരുന്നു ഗൈസ്. ഞങ്ങൾ പുതപ്പൊക്കെ വിരിച്ച് കടന്നുറങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ അവൾ പ്രസവിച്ച വീഡിയോ ആയിട്ട്